പിന്നെ പൂവിട്ട് പൂജിക്കുന്ന സമയത്താണ് ഞാൻ ചെന്ന് കയറുന്നത്. അപ്പോൾ വിളക്കിൻ്റെ തിരിയെല്ലാം കത്തി കഴിഞ്ഞു. ഗവർണർ അദ്ദേഹം ഷേക്കിൻ്റെ കണ്ട് നമ്മളവിടെ ഇരിക്കുകയും ചെയ്ത ശേഷം സ്വാഗതം ആരംഭിച്ചു. സ്വാഗത പ്രസംഗം പ്രഭാവം നടത്തിയതിന് ശേഷം എന്നെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി ക്ഷണിച്ചു. പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഞാൻ രാജ്യ പുരസ്കാർ അവാർഡ് നേടുന്ന എല്ലാ സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. സംസ്ഥാന തലത്തിലെ ഒരു സ്കൗട്ടിനോ ഗൈഡിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രാജ്യ പുരസ്കാർ അവാർഡ്. എനിക്ക് ബഹുമാനപ്പെട്ട ഗവർണർ ശ്രദ്ധയിൽപ്പെടുത്താനൊരു കാര്യമുണ്ട്. ഇതൊരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ് പ്രോഗ്രാമാണ്. ഇവിടെ രാജ്ഭവനും കേരള ഗവൺമെൻറ്റും കൂടെ നടത്തുന്ന സംയുക്ത പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ പിന്നെ ഭാരതാംബയുടെ ചിത്രം അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ വേറൊരു സംഘടനയോടോ ചിഹ്നം തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചിത്രമാണ് അങ്ങോട്ട് വച്ചിരിക്കുന്നത്. ആ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിക്കുന്നത് തന്നെ ശരിയല്ല. ഇതൊരു ഔദ്യോഗിക പ്രോഗ്രാമാണ്. ഞാനിതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ഇതിനെ സംബന്ധിച്ചുള്ള നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട്. മഹാത്മാഗാന്ധിയുടെയോ അല്ലെങ്കിൽ മന്ത്രി നരേന്ദ്രമോദിയുടെയോ ചിത്രം വെച്ചെങ്കിലും അത് നമുക്കൊരു അന്തസ്സുണ്ടായിരുന്നു, അഭിമാനമുണ്ടായിരുന്നു. ഇത് വളരെ രാജ്ഭവനെ തനി രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. എനിക്ക് ഇതാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്.